ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസൊക്കെ വിട്ട് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം, നല്ല ഞാൻ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് പോലും മാറിയിട്ടില്ല കേട്ടോ, വേഗം വന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് നേരം യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു റെസിപ്പി കിട്ടി. ഞാൻ എൻ്റേതായ റെസിപ്പിയിലൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല, ഞാൻ എല്ലാവരും യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. പിന്നെ ഇതിന് ശരിക്കും വേണ്ടത് തൈരായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീമിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ, കാരണം തൈരാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കണം. ഫ്രഷ് ക്രീം ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് സവാള നീളത്തിലും ചെറുതായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചു. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി നല്ലപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ആദ്യം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ഇടുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് എല്ലാ വിഷ്വൽസൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടു, കുറച്ച് കസൂരി മേത്തി, ഒരിത്തിരി ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെയിരിക്കും. എൻ്റെ ഉരുളക്കിഴങ്ങ് കുറച്ചധികം വെന്തുപോയി, അതാണ് ഈ ഒരു പോയിരിക്കുന്നത്. അത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് വീണ്ടും ഓയിൽ ഒഴിക്കുക. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, അതിനു മുമ്പ് ജീരകം ഒന്ന് എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചേരുന്നു കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറ്റുക. അതിന് ശേഷം തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മസാലയുടെ മിക്സ്, അത് വീണ്ടും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വീണ്ടും എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഗരം മസാല കുറച്ചിടുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ വെജിറ്റബിൾ മിക്സ് അതും കൂടി ആഡ് ചെയ്യുക. അത് നല്ലപോലെ ഇളക്കി സെറ്റായതിനു ശേഷം കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. അവസാനം ഇങ്ങനെയായിരിക്കും കറിയുടെ കോലം ഉണ്ടാവുക. കറി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടറിയണം. ബട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കോളമായില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കറിയായിരുന്നു. ഉണ്ടാക്കി ഞാൻ ആകെ ക്ഷണിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ബായ്.